1971 തോപ്പിൽ ബാസിയുടെ തിരക്കഥയിൽ കെ സേതുമാധവൻ സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ അതുല്യ നടൻ സത്യൻ മാസ്റ്റർ അവസാനമായി അഭിനയിച്ച ചിത്രമായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ. സത്യൻ മാസ്റ്റർ അരങ്ങൊഴിഞ്ഞ അതേ വേദിയിൽ മറ്റൊരു താരത്തിന്റെ പിറവി കൂടിയായിരുന്നു. പക്ഷെ ഈ ചിത്രത്തിൽ അയാൾക്കൊരു ഡയലോഗ് പോലുമില്ലായിരുന്നു. 1973 ശ്രീകുമാരൻ തമ്പിയുടെ തിരക്കഥയിൽ കെ നാരായണൻ സംവിധാനം ചെയ്ത കാലചക്രം എന്ന സിനിമയിലെ സീനാണിത്. ചിത്രത്തിലെ നായകൻ പ്രേം നസീറാണ്. രവി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കടത്തുകാരനായ രവി തഹസിൽദാരുടെ മകളുമായി നാട് വിട്ടുവെന്ന വാർത്ത നാട്ടിൽ ചൂട് പിടിച്ചിരിക്കുന്ന ദിവസമാണ്. മുറിബീടി വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനോട് അടൂർ ബാസിയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, അല്ല താൻ എന്താ ഈ വെള്ളത്തിലിരിക്കുന്നത്, രവി എവിടെ? ആ ചെറുപ്പക്കാരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇതായിരുന്നു മമ്മൂട്ടിയുടെ മലയാള സിനിമയിലെ ആദ്യ ഡയലോഗ്. ഇനി മുതൽ അങ്ങോട്ട് ഈ ചെറുപ്പക്കാരനായിരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അടൂർ ബാസി വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യമാണോ ഈ പറയുന്നത്? അന്ന് വരെ പ്രേം നസീർ തുറഞ്ഞിരുന്ന പങ്കായം കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എടാ ഇവൻ എവിടുത്തുകാരനാടാ? ഈ നാട്ടിൽ മുഴുവൻ പാട്ടുകാരി നീ ഇതുവരെ അറിഞ്ഞില്ലേ? കാലചക്രം ചവിട്ടിക്കിടന്ന് 1980 MTയുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് മമ്മൂട്ടി നടനായി ഇറങ്ങേറിയ ആദ്യ ചിത്രം. മമ്മൂട്ടി എന്ന പേര് ടൈറ്റിൽ കാർഡിൽ തെളിഞ്ഞതും ഇതേ സിനിമയിലാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളുടെ സമയത്ത് ശ്രീനിവാസനുമായി ഉണ്ടായ പരിചയം മമ്മൂട്ടിയെ KG ജോർജിന് മുന്നിലെത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മേള എന്ന സിനിമയിൽ സർക്കസുകാരന്റെ വേഷമുണ്ടെന്നറിഞ്ഞ ശ്രീനിവാസൻ മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. ആ വർഷം ഡിസംബറിൽ മേളയും പിന്നാലെ മുന്നേറ്റവും തൃഷ്ണയും കൂടി വന്നതോടെ മമ്മൂട്ടി യുഗത്തിന് തിരശീല ഉയരുകയായിരുന്നു. മേള കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം തിരക്കഥാകൃത്ത് ജോൺ പോളിനോട് KG ജോർജ് മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് അയാൾ മരണക്കിണർ ഓടിക്കാൻ വരുന്ന സർക്കസുകാരനായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇയാൾ ഇവിടം കൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്ന്. അതെ, അയാൾ അവിടം കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. അമരത്തിലെ അച്ചൂട്ടി, മഹായാനത്തിലെ ചന്ദ്രൻ, തനിയാവർത്തനത്തിലെ ബാലൻ മാഷ്, മൃഗയിലെ വാറുണ്ണി, വാത്സല്യത്തിലെ മേലേടത്ത് രാഘവൻ നായർ, പൊന്തന്മാടയിലെ മാട, ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരൻ, പേരൻപിലെ അമ്പുതവൻ, ഇങ്ങനെ ജീവിത പ്രതിസന്ധികളുടെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യരെ അത്രമേൽ തീവ്രമായാണ് മമ്മൂട്ടി ആവിഷ്കരിച്ചത്. മതിലുകളിലെ ബഷീർ, കൗരവറിലെ ആന്റണി, കാഴ്ചയിലെ മാധവൻ, ബിഗ് ബിയിലെ ബിലാൽ, പാലേരി മാണിക്യത്തിലെ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി, നൻപകൽ നേരത്ത് മയക്കത്തിൽ ജെയിംസിൽ നിന്ന് സുന്ദരത്തിലേക്കുള്ള വേഷപ്പകർച്ച, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, 400-ലധികം സിനിമകൾ. അഭിനയകലയിൽ തനിയാവർത്തനങ്ങളില്ലാതെ വർഷങ്ങൾക്കിപ്പുറവും അയാൾ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പ്രയത്നവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ആർത്തി, സിനിമയോടുള്ള ആർത്തിയാണ്.